പുതുതാരങ്ങൾ വിട ചൊല്ലാതെ മറന്നെങ്ങെങ്ങും മായുന്ന നാൾ കുറിമാനങ്ങൾ മനമേകാ നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? വെറുതെ നടന്നു. ഇനിയില്ല ഈ വഴി തിരികെ യാത്രയാ ഇനി എന്നും ഈ വഴി വാടാ വായിരിക്കെ ഈ വഴിക്ക് കാണാനില്ലല്ലോ. എടാ മറ്റോമാര് പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോടാ? പിന്നെ പോലീസിന്റെ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും പോണ നല്ലതാണ്. അവിടെ വെച്ച് തന്നെ പിന്നെയും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരത്ര ശരിപ്പുള്ളികളൊന്നല്ല. ഹലോ എടാ നീ വരുന്നുണ്ട്, നാളെ എത്തണം. മറ്റന്നാൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങും. എടാ സാറിൻ്റെ കൈയും കാലും പിടിച്ചാൽ ഇങ്ങനെ ചാൻസ് എന്നിട്ടിപ്പോൾ നിനക്കെന്തിനാ കേടാ? എടാ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറ. എടാ ഞാൻ പിന്നെ വിളിക്കാം. എടാ വരുന്നുണ്ട്, നാളെ വൈകിട്ട് നീ കൂർഗിലെത്തണം. ഇല്ല പിന്നെ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. പോയിട്ട് ആ പോയില്ലേ? ബോബി പോയി. എനിക്ക് ഈ ഡയറക്ഷനിലേക്കല്ലേ പോകണം. ഞാൻ വിട്ടു. ബസ് ഇപ്പോൾ വരും. ഓക്കെ, ഞാൻ കയറ്റി വിടാം. ഹോസ്റ്റലിൽ നേരെ ഓട്ടോ പിടിച്ച് പോയിരുന്നെങ്കിൽ ഇപ്പം എവിടെ ആയേനെ? വീട്ടിലെത്തിണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിലായിരിക്കും. ഞാൻ സപ്ലി ഹോസ്റ്റലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡിപ്രഷൻ അടിച്ച് കിടന്നേനെ. കളയണോ? കളയോ? കളഞ്ഞു. വിശക്കുന്നുണ്ടോ? ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൺ ദ വേ എന്തെങ്കിലും കഴിക്കണം. എൻ്റെ കുക്കിംഗ് അവസാനമായിട്ടൊന്ന് പരീക്ഷിക്കുന്നോ? ലേറ്റ് ആയില്ലേ? ടൈമില്ല. സമയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. വന്നാലല്ല ചോറും കറിയും വെച്ച് തരാം. എവിടെ വന്നാ? സപ്ലി ഹൗസ്. എനിക്കൊരു അരമണിക്കൂർ മതി കുക്ക് ചെയ്യാൻ. ബെസ്റ്റ്. ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. ഞാനില്ല. വേണ്ടാന്നാണോ? അതോ ആഗ്രഹമുണ്ട് ധൈര്യമില്ലെന്നാണോ? അതോ വേണം എന്ന് വേണ്ടെന്നാക്കി പറയുന്നതാണോ? വാട്ട്? വരുന്നോ ഇല്ലയോ? നീ ഇത് ഉറപ്പായോ റിഗ്രറ്റ് ചെയ്യും. ചിലപ്പം ലൈഫ് ലോങ് മുഴുവൻ ഇത് റിഗ്രറ്റ് ചെയ്യും. എന്തിന്? ഇപ്പൊ നീ വീട്ടിലെത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ മോർണിംഗ് നീ മിസ് ചെയ്യൂലേനോ? മേ ബി. മേ ബി. ശരി എന്നാ. യാ. അതുപോലെ ഏത് നീ മിസ് ചെയ്യും ഉറപ്പാ. നീ നോക്കിക്കോ. ബസ്സൊന്നും വരുന്ന കാണുന്നില്ലല്ലോ. ഇനി മിന്നൽ പണി കൊടുക്കെല്ലാം പ്രഖ്യാപിച്ചോ? നീ വാന്ന്. ഐ പ്രോമിസ് യു ഗുഡ് ഫുഡ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ടൈം. പോരെ? വാ. ഞാൻ വീട്ടിലേക്ക് വിളിക്കട്ടെ? യെസ്.
ഹലോ ഹലോ, നീ അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. ഞാൻ പുറത്താ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടാ ഫോൺ എടുത്ത് പുറത്ത് വരുതെന്ന്? ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം. ചേച്ചി ഒന്ന് എത്തേ. എന്തു പറഞ്ഞു? ഒന്നുമില്ല, പോവാം. പോവാം. ഇങ്ങോട്ടേക്ക് മുമ്പ് വന്നിട്ടുണ്ടോ? പിന്നെ LHന്റെ ബാക്കിലൂടെ ഇങ്ങോട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ കുളിക്കാൻ വന്നപ്പോഴല്ലേ എന്തോ ആക്സിഡന്റ് ആയത്. ആ, അതേ. പിന്നെ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ സപ്ലൈ ഹൗസിൽ ഏതെങ്കിലും ചേട്ടന്മാരെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷേ സപ്ലി ചേട്ടന്മാരോട് ഞങ്ങൾക്കൊരു പ്രത്യേക സിമ്പതി. ഈ വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ലുക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അത് ശരി. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. അകത്ത് ആളുണ്ടോ? ഇവിടെ ഇപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടെന്താ പ്രശ്നമുണ്ടോ? ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലാന്നാ തോന്നുന്നു. ഫ്രണ്ട് ഡോർ ലോക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ഡോർ വഴിയാ കയറണേ. ചിലപ്പോൾ അവിടെ ഉണ്ടോ. ഞാൻ സ്പെയർ കീ ഉണ്ടോ നോക്കിയിട്ട് വരാം. ആ, നീ എവിടെ? സപ്ലൈ ഹൗസിൽ കീ എവിടെയുള്ളത്? എടാ, ഞാൻ പിന്നെ വന്നാൽ മതിയോ? എനിക്കിപ്പോൾ ഒരു മൂഡില്ല. അതൊന്നും കുഴപ്പമില്ല. കീ അവന്മാരെ കൊണ്ടുപോയി. എന്നാ പോയാലോ? എന്നാലും എനിക്ക് അവസാനമായിട്ടൊന്ന് കുക്ക് ചെയ്ത് തരാൻ പറ്റിയില്ലല്ലോ. അത്രേ ഉള്ളൂ യോഗം. വേറൊരു പരിപാടി ഉണ്ട്. എന്താ? വാ വാന്ന്. എക്സ്പെർട്ടീസ് പോരാ. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. നിനക്ക് ഈ പണിയൊക്കെ അറിയോ? ഇതൊക്കെ എവിടുന്നാ പഠിക്കണേ? അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ബാക്കിയുള്ളവരറിഞ്ഞാ പ്രശ്നമാവില്ലേ? എന്തു പ്രശ്നം? നീ വാ. ആ, നീ ഇരിക്കും. ഞാൻ പോയിട്ട് കിച്ചണിൽ എന്തൊക്കെയുള്ളത് നോക്കിയിട്ട് വരാം.